ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 10th പ്രിലിം സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 18ാം ദിവസത്തെ ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിലബസിൽ നിന്നും ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ക്ലാസ് ആണ്. നമ്മൾ ഈ ഒരു സെക്ഷൻ തുടങ്ങിയതിന് ശേഷം, അതായത് 10th പ്രിലിംസ് 2024 സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ തുടങ്ങി 5ാമത്തെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികളും അതിരുകളും, ഈ രണ്ട് ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ് ആയിരുന്നു 5ാമത്തെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് ആദ്യമായിട്ട് നമ്മൾ ചെയ്ത വീഡിയോ ആണ്. കുറേ അധികം ചോദ്യങ്ങൾ ആ ഭാഗത്ത് നിന്നും കുറേ അധികം ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന് ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് രണ്ടാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ജോഗ്രഫിയുടെ ക്ലാസ് ഇടുമോയെന്ന്. അപ്പം ആ ഒരു കമൻറ്റ് കൂടി മാനിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് രണ്ടാമത്തെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം. അതിലാദ്യത്തെ പോയിന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ഭൗമാകൃതിയുടെ അടിസ്ഥാനത്തിൽ പല വ്യത്യസ്ത മേഖലകളായി തരംതിരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഭൗമാകൃതിയുടെ അടിസ്ഥാനത്തിൽ പല വ്യത്യസ്ത മേഖലകളായിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരദേശ സമതലങ്ങൾ, ദ്വീപുകൾ എന്നിങ്ങനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകൾ എന്ന് പറയുന്നത്. ഇതിൽ രാജ്യത്തിന്റെ മൊത്തം വിസ്തൃതിയുടെ 10.7% എന്താണ്? പർവ്വതങ്ങളാണ്. 18.6% മലമ്പ്രദേശങ്ങളും 27.7% പീഠഭൂമികളും 47% സമതലങ്ങളുമാണ്. നോട്ട് ചെയ്യുക, ഇന്ത്യൻ ഭൗമാകൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ഭൂപ്രകൃതിയെ നമ്മൾ എന്തൊക്കെ രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്? ഉത്തരപർവ്വത മേഖല, അതുപോലെ തന്നെ ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരദേശ സമതലങ്ങൾ, ദ്വീപുകൾ എന്നിങ്ങനെയാണ്. അതിൽ രാജ്യത്തിന്റെ മൊത്തം വിസ്തൃതിയിൽ 10.7% പർവ്വതങ്ങളും 18.6% മലമ്പ്രദേശങ്ങളും 27.7% പീഠഭൂമികളും 47% സമതലങ്ങളുമാണ്. ഇതിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ഉത്തരപർവ്വത മേഖല. നമുക്ക് നോക്കാം ഉത്തരപർവ്വത മേഖല എന്താണെന്ന്. ഇന്ത്യയുടെ പർവ്വത മേഖലയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഉത്തരപർവ്വത മേഖലയാണ്. ഇന്ത്യയുടെ പർവ്വത മേഖലയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഏതാണ്? ഉത്തരപർവ്വത മേഖലയാണ്. ഇന്ത്യയുടെ വടക്കു ഭാഗത്തായി വ്യാപിച്ചു കിടക്കുന്ന പർവ്വത നിരകളെയാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. ഇന്ത്യയുടെ വടക്കു ഭാഗത്തായി വ്യാപിച്ചു കിടക്കുന്ന പർവ്വത നിരകളെ എന്തെന്നാണ് പറയുന്നത്? ഉത്തരപർവ്വത മേഖല എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഹിമാചൽ പ്രദേശ്, സിക്കിം, അസം, പശ്ചിമ ബംഗാൾ, അരുണാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, മേഘാലയ എന്നീ സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് ഉത്തരപർവ്വത മേഖല വ്യാപിച്ചു കിടക്കുന്നത്. നമ്മൾ പഠിച്ചു, ഇന്ത്യയുടെ ഭൂപ്രകൃതിയിൽ പർവ്വത മേഖലകളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഉത്തരപർവ്വത മേഖല. ഇന്ത്യയുടെ വടക്കു ഭാഗത്തായാണ് ഈ ഉത്തരപർവ്വത മേഖല വ്യാപിച്ചു കിടക്കുന്നത്. അത് ഉത്തരപർവ്വത മേഖലകളിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് വ്യാപിച്ചു കിടക്കുന്നത്? ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഹിമാചൽ പ്രദേശ്, സിക്കിം, ആസാം, പശ്ചിമ ബംഗാൾ, അരുണാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, മേഘാലയ എന്നീ സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് ഉത്തരപർവ്വത മേഖല വ്യാപിച്ചു കിടക്കുന്നത്. പർവ്വതനിരകളെ അടിസ്ഥാനമാക്കി ഉത്തരപർവ്വത മേഖലയെ ഹിമാലയൻ നിരകൾ, ട്രാൻസ് ഹിമാലയൻ നിരകൾ, കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. പർവ്വതനിരകളെ അടിസ്ഥാനമാക്കി ഉത്തരപർവ്വത മേഖലയെ ഹിമാലയൻ നിരകൾ, ട്രാൻസ് ഹിമാലയൻ നിരകൾ, കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേതാണ് ഹിമാലയൻ മലനിരകൾ. എന്താണെന്ന് നോക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരകളും
പ്രായം കുറഞ്ഞ മടക്കുപർവ്വതങ്ങളുമാണ് ഹിമാലയ നിരകൾ. ഹിമാലയ നിരകളെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ബേസിക് ലെവലിൽ അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്താണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരകളും ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കുപർവ്വതങ്ങളുമാണ് ഹിമാലയ നിരകൾ. രണ്ടാമത്തത്, ടിബറ്റൻ പീഠഭൂമിക്കും ഗംഗാ സമതലത്തിനും ഇടയിലാണ് ഹിമാലയ പർവ്വതനിര സ്ഥിതി ചെയ്യുന്നത്. ടിബറ്റൻ പീഠഭൂമിക്കും ഗംഗാ സമതലത്തിനും ഇടയിലാണ് ഹിമാലയ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, ഇന്ത്യ, നേപ്പാൾ, ചൈന, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലായതാണ് ഹിമാലയൻ പർവ്വതനിരകൾ വ്യാപിച്ചു കിടക്കുന്നത്. നമ്മൾ പഠിച്ചു ഉത്തരപർവ്വത മേഖല ഏതൊക്കെ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. ഇനി ഹിമാലയൻ പർവ്വതനിരകൾ ഏതൊക്കെ രാജ്യങ്ങളിൽ ആണ് വ്യാപിച്ചു കിടക്കുന്നത്? ഇന്ത്യ, നേപ്പാൾ, ചൈന, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ. ഓക്കെ, ഈ രാജ്യങ്ങളിലാണ് ഹിമാലയ പർവ്വതനിരകൾ വ്യാപിച്ചു കിടക്കുന്നത്. അടുത്ത പോയിന്റ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്ന എന്തിനെയാണ്? ഹിമാലയൻ പർവ്വതനിരകളെയാണ് ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്നത്. ഏഷ്യയുടെ വാട്ടർ ടവർ എന്താണ്? ഹിമാലയൻ പർവ്വതനിരകളാണ്. അടുത്ത പോയിന്റ്, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിവ ഉൾപ്പെട്ട പർവ്വത മേഖലയാണ് ഹിമാലയ പർവ്വതനിരകൾ. ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. 2400 കിലോമീറ്റർ നീളത്തിലാണ് സമാന്തരങ്ങളായ ഈ 3 മടക്കുപർവ്വതങ്ങളുടെ വ്യാപനം. 2400 കിലോമീറ്റർ നീളത്തിലാണ് സമാന്തരങ്ങളായ ഈ 3 മടക്കുപർവ്വതങ്ങളുടെ വ്യാപനം. വൻകര വിസ്ഥാപന സിദ്ധാന്തവും തുടർന്ന് വന്ന ഫലകചലന സിദ്ധാന്തവും അനുസരിച്ച് ഹിമാലയം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തുണ്ടായിരുന്ന സമുദ്രമാണ് തെതീസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൻകര വിസ്ഥാപന സിദ്ധാന്തവും തുടർന്ന് വന്ന ഫലകചലന സിദ്ധാന്തം അനുസരിച്ച് ഹിമാലയം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തുണ്ടായിരുന്ന സമുദ്രം ഏതാണ്? തെതീസ് ആണ്. അടുത്ത പോയിന്റ്, ഹിമാലയത്തിലെ ജൈവ വൈവിധ്യം, പരിസ്ഥിതി, വനം, ഭൂമി എന്നിവയുടെ സംരക്ഷണം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാരും ഐക്യരാഷ്ട്ര സംഘടന വികസന പദ്ധതിയും ചേർന്ന് ആരംഭിച്ച പദ്ധതി എന്താണ്? സെക്യൂർ ഹിമാലയ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ റെയർ ആയിട്ട് കിട്ടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഹിമാലയത്തിലെ, ശ്രദ്ധിക്കുക, ഹിമാലയത്തിലെ ജൈവ വൈവിധ്യം, പരിസ്ഥിതി, വനം, ഭൂമി എന്നിവയുടെ സംരക്ഷണം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാരും ഐക്യരാഷ്ട്ര സംഘടന വികസന പദ്ധതി, അതായത് UNDP, ഇവർ രണ്ടുപേരും ചേർന്ന് ആരംഭിച്ച പദ്ധതി ഏതാണ്? സെക്യൂർ ഹിമാലയ ആണ്. അടുത്ത പോയിന്റ്, ഗ്രേറ്റ് ഹിമാലയൻ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഗ്രേറ്റ് ഹിമാലയൻ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് PSC പരീക്ഷകളിൽ സ്ഥിരം കാണാറുള്ള ഓപ്ഷനകത്തായാലും ക്വസ്റ്റ്യൻ രൂപേണയായിട്ട് നമുക്ക് ചോദിക്കുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലെങ്കിലും നമ്മൾ ഹിമാദ്രി എന്നൊരു വാക്ക് അതിലെവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും നമുക്ക് കാണാൻ സാധിക്കും. ഹിമാദ്രി എന്താണെന്ന് നോക്കാം. ഹിമാലയത്തിലെ ഏറ്റവും ഉയരമേറിയ പർവ്വതനിരയാണ് ഹിമാദ്രി. നോട്ട് ചെയ്യുക, ഹിമാലയത്തിലെ ഏറ്റവും ഉയരമേറിയ പർവ്വതനിരയാണ് ഹിമാദ്രി. ഗ്രേറ്റർ ഹിമാലയം എന്ന പേരിലും ഹിമാദ്രി അറിയപ്പെടുന്നു. ഗ്രേറ്റർ ഹിമാലയം എന്ന പേരിലും ആരാണ് അറിയപ്പെടുന്നത്? ഹിമാദ്രി അറിയപ്പെടുന്നു. ഹിമാലയത്തിലെ ഏറ്റവും ഉയരമേറിയ പർവ്വതനിരയാണ് ഹിമാദ്രി. ഗ്രേറ്റർ ഹിമാലയം എന്ന പേരിലും ഹിമാദ്രി അറിയപ്പെടുന്നു. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നതും ഏതാണ്? ഹിമാദ്രിയാണ്. ഒരുപാട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് എന്താണ്? ഹിമാദ്രിയാണ്. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് എന്താണ്? ഹിമാദ്രിയാണ്. ഹിമാദ്രിയെ പറ്റി ഒന്നും കൂടി പറയാം. ഹിമാലയത്തിലെ ഏറ്റവും ഉയരമേറിയ പർവ്വതനിരയാണ് ഹിമാദ്രി. ഗ്രേറ്റർ ഹിമാലയ എന്ന പേരിലും ഹിമാദ്രി അറിയപ്പെടുന്നു. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നതും ഹിമാദ്രിയാണ്. അതുപോലെ തന്നെ വടക്കു പടിഞ്ഞാറ് നങ്ക പർവ്വതം മുതൽ വടക്ക് കിഴക്ക് നഞ്ച ബർവ കൊടുമുടി വരെയുള്ള പർവ്വത മേഖലയാണ് ഹിമാദ്രി.
നോട്ട് ചെയ്യുക. വടക്കു പടിഞ്ഞാറ് നങ്ക പർവ്വതം മുതൽ വടക്കു കിഴക്ക് നംജ ബർവ കൊടുമുടി വരെയുള്ള പർവ്വത മേഖലയാണ് ഹിമാദ്രി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് ഹിമാദ്രി മേഖലയിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് എവിടെയാണ്? ഹിമാദ്രി മേഖലയിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് ഹിമാദ്രി മേഖലയിലാണ്. അടുത്തത് കാഞ്ചൻജംഗ, നങ്ക പർവ്വതം, അന്നപൂർണ തുടങ്ങിയവയാണ് എവറസ്റ്റിന് പുറമെ ഹിമാദ്രി നിരകളിലുള്ള പ്രധാന കൊടുമുടികൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള എവറസ്റ്റ് ഹിമാദ്രിയിലാണ്. അതുപോലെ തന്നെ കാഞ്ചൻജംഗ, നങ്ക പർവ്വതം, അന്നപൂർണ തുടങ്ങിയ എവറസ്റ്റിന് പുറമെ ഹിമാദ്രിയിലുള്ള പ്രധാനപ്പെട്ട കൊടുമുടികളാണിവ. കാഞ്ചൻജംഗ, നങ്ക പർവ്വതം, അന്നപൂർണ. അടുത്ത പോയിന്റ്, ബർസെയിൽ പാസ്, നീതി പാസ്, ലിബുലേഖ് ചുരം, നാഥുല ചുരം, ഷിപ്കില ചുരം എന്നിവ ഹിമാദ്രിയിലെ പ്രധാന ചുരങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് പറയുന്നത്. ബർസെയിൽ പാസ്, നീതി പാസ്, ലിബുലേഖ് ചുരം, നാഥുല ചുരം, ഷിപ്കില ചുരം എന്നിവ ഹിമാദ്രിയിലെ പ്രധാനപ്പെട്ട ചുരങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഹിമാദ്രിയെക്കുറിച്ച് പഠിച്ചത്. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നതാണ് ഹിമാചൽ. എന്താണ്? ഹിമാദ്രിക്കും സിവാലിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഹിമാചൽ. ഹിമാദ്രിക്കും സിവാലിക്കിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഹിമാചൽ. ലെസ്സർ ഹിമാലയ എന്ന പേരിൽ അറിയപ്പെടുന്ന പർവ്വതനിരയാണ് ഹിമാചൽ. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ലെസ്സർ ഹിമാലയ എന്ന പേരിൽ അറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? ഹിമാചലാണ്. പീർപഞ്ചൽ, ദൗലാധർ, നാഗ് ടിബ് തുടങ്ങിയവ ഹിമാചലിലെ പ്രധാന പർവ്വതനിരകളാണ്. ഏതൊക്കെയാണ്? പീർപഞ്ചൽ, ദൗലാധർ, നാഗ് ടിബ തുടങ്ങിയവ ഹിമാചൽ മേഖലയിലെ പ്രധാന പർവ്വതനിരകളാണ്. അടുത്തത് കാശ്മീർ, കുളു, കാൻഗ്ര തുടങ്ങിയ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ മേഖലയിലാണ്. കാശ്മീർ, കുളു, കാൻഗ്ര തുടങ്ങിയ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ മേഖലയിലാണ്. അടുത്ത പോയിന്റ്, സുഖവാസ കേന്ദ്രങ്ങളായ ഷിംല, മസൂരി, നൈനിറ്റാൾ, ഡാർജിലിംഗ് തുടങ്ങിയവയും ഹിമാചലിന്റെ ഭാഗമാണ്. ഏതൊക്കെയാണ്? സുഖവാസ കേന്ദ്രങ്ങളായിട്ടുള്ള ഷിംല, മസൂറി, നൈനിറ്റാൾ, ഡാർജിലിംഗ് തുടങ്ങിയവയും ഹിമാചലിന്റെ ഭാഗമാണ്. കാശ്മീർ, കുളു, കാൻഗ്ര തുടങ്ങിയ താഴ്വരകളും ഹിമാചൽ മേഖലയിലാണ്. അടുത്ത പോയിന്റ്, ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് ചുരം, പീർപഞ്ചൽ ചുരം, ബനിഹാൾ തുടങ്ങിയവ ഹിമാചൽ മേഖലയിലെ പ്രധാന ചുരങ്ങളാണ്. ഹിമാചൽ മേഖലയിലെ പ്രധാന ചുരങ്ങൾ ഏതൊക്കെയാണ്? റോഹ്താങ് ചുരം, പീർപഞ്ചൽ ചുരം, ബനിഹാൾ തുടങ്ങിയവ ഹിമാചൽ മേഖലയിലെ പ്രധാന ചുരങ്ങളാണ്. ഓക്കെ, അടുത്തത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സിവാലിക് എന്താണെന്ന് നോക്കാം. ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്കു ഭാഗത്തുള്ള ഉയരം കുറഞ്ഞ മലനിരകളാണ് സിവാലിക്. ഹിമാലയൻ മലനിരകളിൽ ഏറ്റവും തെക്കു ഭാഗത്തുള്ള ഉയരം കുറഞ്ഞ മലനിരകളാണ് സിവാലിക്. അടുത്ത പോയിന്റ്, ശിവന്റെ തിരുമുടി എന്നർത്ഥം വരുന്ന സിവാലിക്കിനെ സംസ്കൃത കൃതികളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മനക് പർബത് എന്നാണ്. ശിവന്റെ തിരുമുടി എന്നർത്ഥം വരുന്ന സിവാലിക്കിനെ സംസ്കൃത കൃതികളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മനക് പർബത് എന്നാണ്. മൂന്നാമത്തെ പോയിന്റ്, ഹിമാചൽ പർവ്വത നിരയ്ക്ക് സമാന്തരമായ പോഡ്വാർ പീഠഭൂമി മുതൽ ബ്രഹ്മപുത്ര താഴ്വരയാണ് സിവാലിക്കിന്റെ സ്ഥാനം. ഹിമാചൽ പർവ്വതനിരയ്ക്ക് സമാന്തരമായ പോഡ്വാർ പീഠഭൂമി മുതൽ ബ്രഹ്മപുത്ര താഴ്വര വരെയാണ് സിവാലിക്കിന്റെ സ്ഥാനം. അടുത്ത പോയിന്റ്, സമുദ്രനിരപ്പിൽ നിന്നുള്ള ശരാശരി 1220 മീറ്റർ ഉയരമുള്ള സിവാലിക് നിരയുടെ കിഴക്കുഭാഗം നിബണ്ഡ വനങ്ങളാണ്. സമുദ്രനിരപ്പിൽ നിന്നുള്ള
ശരാശരി 1220 മീറ്റർ ഉയരമുള്ള സിവാലിക് നിരയുടെ കിഴക്കുഭാഗം നിബണ്ഡ വനങ്ങളാണ്. സിവാലിക്കിന് ലംബമായി കാണപ്പെടുന്ന വിസ്തൃതമായ താഴ്വരകളാണ് ഡൂൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സിവാലിക്കിന് ലംബമായി കാണപ്പെടുന്ന വിസ്തൃതമായ താഴ്വരകളെയാണ് ഡൂൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഡെറാഡൂൺ, ഛത്തീസ്ഗഡ്, കൽക്ക ഡൂൺ, നാൽഘട്ട് ഡൂൺ, ഹരിക്കെ ഡൂൺ തുടങ്ങിയവ സിവാലിക്കിലെ പ്രധാന ഡൂണുകളാണ്. ഡെറാഡൂൺ, ഛത്തീസ്ഗഡ്, കൽക്ക ഡൂൺ, നാൽഘട്ട് ഡൂൺ, ഹരിക്കെ ഡൂൺ തുടങ്ങിയവ സിവാലിക്കിലെ പ്രധാന ഡൂണുകളാണ്. ഇത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സിവാലിക്കിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്ത പ്രധാനപ്പെട്ട ഭാഗമാണ് ട്രാൻസ് ഹിമാലയൻ നിരകൾ. ട്രാൻസ് ഹിമാലയൻ നിരകൾ അതിൽ ആദ്യത്തെ പോയിന്റാണ് ലഡാക്കിന്റെ വടക്കും വടക്കു കിഴക്കുമായി സ്ഥിതി ചെയ്യുന്ന പർവ്വത മേഖലകളാണ് ട്രാൻസ് ഹിമാലയൻ നിരകൾ. ലഡാക്കിന് വടക്കും വടക്കു കിഴക്കുമായി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരകളാണ് ട്രാൻസ് ഹിമാലയൻ നിരകൾ. ഗ്രേറ്റർ ഹിമാലയയുടെ വടക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ട്രാൻസ് ഹിമാലയൻ നിരകളാണ് ടിബറ്റൻ ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗ്രേറ്റർ ഹിമാലയയുടെ വടക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ട്രാൻസ് ഹിമാലയൻ നിരകളാണ് ടിബറ്റൻ ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിൽ മൂന്നാമത്തെ പോയിന്റാണ് ലഡാക്ക്, കാരക്കോറം, സസ്കർ എന്നീ പർവ്വതനിരകൾ ഉൾപ്പെടുന്നത് ട്രാൻസ് ഹിമാലയൻ നിരകളിലാണ്. ലഡാക്ക്, കാരക്കോറം, സസ്കർ എന്നീ പർവ്വതനിരകൾ ഉൾപ്പെടുന്നത് ട്രാൻസ് ഹിമാലയൻ നിരകളിലാണ്. അടുത്ത പോയിന്റ് 8611 മീറ്റർ ഉയരമുള്ള മൗണ്ട് K2 എന്ന ഗോഡ്വിൻ ഓസ്റ്റിൻ കൊടുമുടി കാരക്കോറം മലനിരകളിലാണ്. 8611 മീറ്റർ ഉയരമുള്ള മൗണ്ട് K2 എന്ന ഗോഡ്വിൻ ഓസ്റ്റിൻ കൊടുമുടി കാരക്കോറം മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അഞ്ചാമത്തെ പോയിന്റ് ഗ്രേറ്റർ ഹിമാലയ നിരകളുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്താണ് സസ്കർ പർവ്വതനിര. ഗ്രേറ്റർ ഹിമാലയ നിരകളുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്താണ് സസ്കർ പർവ്വതനിര. അടുത്ത പോയിന്റ് സസ്കർ നിരയുടെ വടക്കു ഭാഗത്തായാണ് ലഡാക്ക് പർവ്വതനിര. സിന്ധു നദിയുടെ വടക്കു ഭാഗത്താണ് കൃഷ്ണഗിരി പർവ്വത എന്ന കാരക്കോറം നിരയുടെ സ്ഥാനം. സിന്ധു നദിയുടെ വടക്കു ഭാഗത്തായിട്ടാണ് കൃഷ്ണഗിരി പർവ്വതനിര എന്ന കാരക്കോറം നിരയുടെ സ്ഥാനം. എട്ടാമത്തെ പോയിന്റ് അഫ്ഗാനിസ്ഥാൻ, ചൈന എന്നീ അയൽരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ അതിർത്തിയിലാണ് കാരക്കോറം നിരകൾ. അഫ്ഗാനിസ്ഥാൻ, ചൈന എന്നീ അയൽ രാജ്യങ്ങളുമായുടെ അടുത്ത അതിർത്തിയോട് ചേർന്നാണ് കാരക്കോറം മലനിരകൾ സ്ഥിതി ചെയ്യുന്നത്. റുപ്യാർഡ് ക്ലിപ്പിങ്ങിനിടെ വിഖ്യാതമായ കിം എന്ന നോവലിൽ പരാമർശിക്കപ്പെടുന്ന പർവ്വതനിരയാണ് കാരക്കോറം. റുപ്യാർഡ് ക്ലിപ്പിങ്ങിന്റെ വിഖ്യാതമായ കിം എന്ന നോവലിൽ പരാമർശിക്കപ്പെടുന്ന പർവ്വതനിര ഏതാണ്? കാരക്കോറം. അടുത്ത പോയിന്റ് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിൻ കാരക്കോറം പർവ്വതനിരയിലാണ്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിൻ കാരക്കോറം പർവ്വതനിരയിലാണ്. അടുത്ത പോയിന്റ് സിയാച്ചിൻ എന്ന വാക്കിന്റെ അർത്ഥം റോസാ പൂക്കൾ സുലഭം എന്നാണ്. സിയാച്ചിൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? റോസാ പൂക്കൾ സുലഭം എന്നാണ്. 12ാമത്തെ പോയിന്റ് മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്ന സിയാച്ചിനിലാണ് ലോകത്തെ ഏറ്റവും ഉയരമേറിയ ഹെലിപ്പാഡ് സ്ഥിതി ചെയ്യുന്നത്. മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്ന സിയാച്ചിനിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹെലിപ്പാഡ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് നമ്മൾ പഠിക്കുന്നതാണ് കിഴക്കൻ മലനിരകൾ. കിഴക്കൻ മലനിരകൾ എന്താണെന്ന് നോക്കാം. മേഘാലയയിലെ ഖാസി, ഖാരോ, ജയന്തിയ കുന്നുകളും മിസോറാമിലെ മിസോ കുന്നും നാഗാലാൻഡിലെ നാഗ, പട്നായി കുന്നുകളും കിഴക്കൻ മലനിരകളുടെ ഭാഗങ്ങളാണ്. കിഴക്കൻ മലനിരകളുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്?
മേഘാലയയിലെ ഖാസി ഖാരോ ജയന്തിയ കുന്നുകൾ, അതുപോലെ തന്നെ മിസോറാമിലെ മീസോ കുന്നും നാഗാലാൻഡിലെ നാഗ പട്കായി കുന്നുകളും കിഴക്കൻ മലനിരകളുടെ ഭാഗമാണ്. ഇന്ത്യയിലെ വടക്കുകിഴക്കൻ മേഖലയിലെ മലനിരകളെ ചേർത്ത് പൊതുവിൽ പറയുന്ന പേരെന്താണ്? പൂർവാച്ചൽ എന്നാണ്. ഇന്ത്യയിലെ വടക്കുകിഴക്കൻ മേഖലയിലെ മലനിരകളെ ഒന്നിച്ചു ചേർത്ത് പൊതുവിൽ പറയുന്ന പേരെന്താണ്? പൂർവാച്ചൽ എന്നാണ്. മൂന്നാമത്തെ പോയിന്റ്, പട്കായി ബാം അരുണാചൽ പ്രദേശിന്റെയും മാൻമിയാറിന്റെയും അതിർത്തിയിലാണ്. ഇന്ത്യക്കും മാൻമിയാറിനും ഇടയിലുള്ള നാഗാ കുന്നുകളാണ് പട്കായി കുന്നുകളുടെ തെക്കുള്ളത്. ഇന്ത്യക്കും മാൻമിയാറിനും ഇടയിലുള്ള നാഗാ കുന്നുകളാണ് പട്കായി കുന്നുകളുടെ തെക്കു ഭാഗത്തുള്ളത്. നാഗാ കുന്നുകളുടെ തെക്കായി മണിപ്പൂരിനും മാൻമിയാറിനും ഇടയിലുള്ള അതിർത്തിയിലാണ് മണിപ്പൂർ കുന്നുകൾ കാണപ്പെടുന്നത്. മണിപ്പൂർ കുന്നുകൾക്ക് തെക്കു ഭാഗത്തായാണ് മീസോ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ ഉറപ്പായും നിങ്ങളുടെ കയ്യിൽ ഇന്ത്യയുടെ ഭൂമിയുടെ ഒരു മാപ്പ് കയ്യിലുണ്ടായിരിക്കണം. അതിൽ നോട്ട് ചെയ്ത് വെച്ച് തന്നെ വേണം നിങ്ങൾ പഠിക്കാൻ. അങ്ങനെ ഒരു മാപ്പ് നമുക്ക് ഇന്ന് തന്നെ ക്ലാസ് വരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മാപ്പ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ് കേൾക്കുന്നതിനും പഠിക്കുന്നതിനോടൊപ്പം തന്നെ ആ മാപ്പും കൂടെ ഒന്ന് ഗൃഹസ്ഥമാക്കാൻ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഏഴാമത്തെ പോയിന്റ് നോക്കാം. നാഗാ കുന്നുകളെ മണിപ്പൂർ മലനിരകളിൽ നിന്ന് വേർതിരിക്കുന്ന പർവ്വതനിരയാണ് ബൈറൽ. നാഗാ കുന്നുകളെ മണിപ്പൂർ മലനിരകളിൽ നിന്ന് വേർതിരിക്കുന്ന പർവ്വതനിരയാണ് ബൈറൽ. ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളായ മൗസിൻഡ്രം, ചിറാപുഞ്ചി തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്നത് ഖാസി കുന്നുകളിലാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളായ മൗസിൻഡ്രം, ചിറാപുഞ്ചി തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്നത് ഖാസി കുന്നുകളിലാണ്. ഖാരോ കുന്നുകളിലാണ് മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്. ഖാരോ കുന്നുകളിലാണ് മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസ് ലെവലിൽ ഒരു മാപ്പ് രൂപേണ നിങ്ങൾക്ക് ഒരു ഭൂപടം വെച്ച് എങ്ങനെ പഠിക്കാം, എങ്ങനെ അതിൽ നിന്ന് മനസ്സിലാക്കാം എന്നുള്ള രീതിയിൽ വളരെ വളരെ ഈസി ആയിട്ട് ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഉറപ്പായും നിങ്ങൾ ടെലഗ്രാമിൽ നിന്ന് ആ മാപ്പിൻ്റെ ഇമേജ് കൂടെ എടുത്തു വെച്ചതിന് ശേഷം വേണം മനസ്സിലാക്കി പഠിക്കാൻ. ഈസി ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പം നമുക്ക് നാളെ മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക്